എല്ലാ കൂട്ടുകാർക്കും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ ജില്ലയിലെ അതിപ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചകളാണ് ഇന്ന് കാഴ്ച. നമ്മളൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് കയറാം. കൂട്ടുകാരെ, കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രം കൊല്ലത്ത് നിന്നും ഏകദേശം 27 കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇത് മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ് കേട്ടോ. കിഴക്കോട്ട് ദർശനമായി ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ എന്നിരുന്നാലും ക്ഷേത്രത്തിൻ്റെ ഉപദേവനായിരിക്കുന്ന ശിവപാർവതി പുത്രനായ നമ്മുടെ ഗണപതി അഥവാ വിഘ്നേശ്വരനാണ് ഇവിടുത്തെ പ്രശസ്തി ഈ ദേവാലയത്തിൻ്റെ കേട്ടോ. ബാലഗണപതി എന്നാണ് സങ്കല്പം. കേരളത്തിലെ പ്രസിദ്ധമായ 5 ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണിത്. മറ്റേതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രം, വള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം, പമ്പ മഹാഗണപതി ക്ഷേത്രം എന്നിവയൊക്കെയാണ് കേട്ടോ. പിന്നെ സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവയാണ് മറ്റു ഉപദേവതകൾ. ഇവിടുത്തെ പ്രധാന നമ്മുടെ പ്രസാദം എന്തെന്ന് വെച്ചാൽ ഉണ്ണിയപ്പമാണ് കേട്ടോ. മേടമാസത്തിലെ തിരുവാതിരയിലാണ് ഇവിടുത്തെ ഉത്സവം. ഇത് ശിവനുള്ളതാണ്. ചിങ്ങമാസത്തിലെ ഗണപതി ചതുർത്ഥിയും പ്രധാനമാണ്. കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം, കന്നിമാസത്തിലെ നവരാത്രി, മകരമാസത്തിലെ തൈപ്പൂയം, മീനമാസത്തിലെ പങ്കുനി ഉത്രം തുടങ്ങിയവയും അതിവിശേഷമാണ് കേട്ടോ. ഇവിടം ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമ്മൾ കേട്ടത് വെച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ. അതിൽ ഒന്ന് കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും. കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ, ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെയും അധികാരത്തിലായിരുന്നു. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി കേട്ടോ. അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്കു ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം പെരുന്തച്ചൻ്റെ അപേക്ഷ നിരസിച്ചു. ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നേക്കാൾ അറിവ് തനിക്കില്ലെന്നും പെരുന്തച്ചനോട് പ്രതികരിച്ചു കേട്ടോ. നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രം അഥവാ ഇപ്പോൾ ഗണപതി സ്ഥിതി ചെയ്യുന്ന കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ ഈ വിഗ്രഹവുമായി ചെന്നു കേട്ടോ. അപ്പോൾ പുരോഹിതൻ അവർ ശിവന് നിവേദിക്കാനായിട്ട് കൂട്ടപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെരുന്തച്ചൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു. പുരോഹിതൻ സമ്മതിക്കുകയും ചെയ്തു. പെരുന്തച്ചൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അനന്തരം പെരുന്തച്ചൻ പുരോഹിതനോട് ചോദിച്ചു, ഉണ്ണി ഗണപതി എന്തായാലും വിശന്നിരിക്കുകയാവും. എന്താണ് ഇന്ന് നൈവേദ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? കൂട്ടപ്പം എന്ന് പുരോഹിതൻ പറഞ്ഞു. ഒരു ഇലയിൽ 7 കൂട്ടപ്പങ്ങൾ കൊരുത്ത് പെരുന്തച്ചൻ ഗണപതിക്ക് നിവേദിച്ചു. സന്തുഷ്ടനായ പെരുന്തച്ചൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് പറഞ്ഞു. ആ പ്രവചനം പിൻകാലത്ത് സത്യമായി. അങ്ങനെയാണ് ഗണപതി ക്ഷേത്രം എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നത് കേട്ടോ. ഈ ഗണപതിയുടെ വിഗ്രഹവുമായി ആദ്യം നമ്മുടെ പെരുന്തച്ചൻ പോയ പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം, അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും വളരെ പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം. കൊട്ടാരക്കര തമ്പുരാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്രം നിർമ്മാണം നടത്തിയത് എന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യമേറിയ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പരമശിവനും പാർവതീ ദേവിയുമാണ്. ശിവൻ പടിഞ്ഞാറ് ഭാഗത്തേക്കും പാർവതി ദേവി കിഴക്ക് ഭാഗത്തേക്കും അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വൈഷ്ണവാസഭൂതനായ ശ്രീ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ, ജാതകവശാൽ തൻ്റെ ആയുസ് തീരാറായി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മലബാറുകാരനായ ബ്രാഹ്മണൻ പ്രായച്ചിത്തമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒരു മണ്ഡലകാലം 41 ദിവസം ഭജന വരുന്നു. 41ാം ദിവസം സ്വപ്നത്തിൽ ഒരാൾ വന്ന് ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്നും കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകരയിൽ പോയി ഭജനമിരിക്കണമെന്നും ഉപദേശിച്ചു. അങ്ങനെ അദ്ദേഹം പടിഞ്ഞാറ്റിൻകരയിൽ വരികയും ഒരു മണ്ഡലകാലം ഇളയിടത്തപ്പൻ്റെ തിരുനടയിൽ ഭജനമിരിക്കുകയും ചെയ്തു.
41-ാം ദിവസം സന്ധ്യയ്ക്ക് കിഴക്കേക്കുളത്തിൽ ശരീരശുദ്ധി കഴിഞ്ഞ് മടങ്ങി വന്ന ബ്രാഹ്മണനെ ഒരു സർപ്പം വിടാതെ പിന്തുടരുകയും ക്ഷേത്ര നാലമ്പലം വരെ അനുഗമിക്കുകയും ചെയ്തു. സർപ്പത്തെ കണ്ട് ഓടി ഇളയിടത്തപ്പൻ്റെ നടയിൽ വരുമ്പോൾ ദീപാരാധനയ്ക്കായി നടയടച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തിരുനട തുറക്കുകയും മുകളിൽ നിന്നും ഒരു പരുന്ത് പറന്നു വന്ന് സർപ്പത്തെ കൊത്തി പറക്കുകയും പുറത്തു കൊണ്ടുപോയി അതിനെ കൊല്ലുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. സർപ്പത്തെ കൊന്ന് ഉപേക്ഷിച്ച സ്ഥലം പിന്നീട് ജടായുകാവ് എന്നറിയപ്പെട്ടു. ക്ഷേത്രത്തിനടുത്തുള്ള ആ സ്ഥലം ഇന്ന് വലിയ ഒരു സർപ്പക്കാവാണ്. തൻ്റെ ആയുസ് കൂട്ടിക്കൊടുത്ത ഇളയിടത്തപ്പന് ആ ബ്രാഹ്മണൻ ഗോശാല നിർമ്മിച്ചു കൊടുത്തു. അതായത് പ്രസിദ്ധമായ കൊട്ടാരക്കര ഗോശാല. വിഷ്ണുവിൻ്റെ 6ാം അവതാരമായ പരശുരാമനാണ് ഇവിടെ ലിംഗപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പുതിയ കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.